മൊത്തത്തിൽ ഈ ദേശീയ രാഷ്ട്രീയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടായി. അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, നമ്മൾ പറഞ്ഞല്ലോ. അതെ. പക്ഷേ ഘടകകക്ഷികൾ തെലുങ്ക് ദേശമാണെങ്കിലും അതുപോലെ ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിനോട് ഉറച്ചു നിന്നു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുക, ഹരിയാനയിൽ, അതുപോലെ ബീഹാറിലൊക്കെ എത്ര വലിയ വിജയമാണ് എൻ ഡി എ കൂട്ടായത്. മഹാരാഷ്ട്ര കോൺഗ്രസ് ജയിക്കുന്നതാണ് അവർ വിചാരിച്ചു. എൻ സി പി കോൺഗ്രസ് സഖ്യം നമ്മുടെ ഉദ്ധവ് താക്കറയുടെ മതേതര ശിവസേനയും കൂടി ചേർന്ന മുന്നണി വലിയ ഭൂരിപക്ഷം നേടും എന്നാണ് വിചാരിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കായിരുന്നു മേൽക്കൈ ഉണ്ടായത്. പക്ഷേ അവിടെയും ബി ജെ പി വല്ലാതെ ഇരച്ചു കയറിയെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം കൂടി അവർ കരസ്ഥമാക്കി. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിച്ചു. പിന്നെ ആന്ധ്രയിൽ നിലവിൽ തന്നെ അവർ കൂടുന്ന ഒരു സഖ്യകക്ഷി സർക്കാരാണ് ഉള്ളത്. ഒഡീഷയിൽ അവർ ഭരണം പിടിച്ചു. അതൊന്നും ബി ജെ പിക്ക് കിടന്നു കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. 20-25 കൊല്ലത്തോളം ഒഡീഷ ഭരിച്ച ബിജു പട്നായിക്ക് അപ്രസക്തനായി. ആ സ്ഥാനത്തെ കൂടി ബി ജെ പി വന്നു. അതുപോലെ ബംഗാൾ മമതാ ബാനർജി ശക്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. 15 കൊല്ലം തികച്ച മമതാ ബാനർജിയെയും ജനങ്ങൾ തിരസ്കരിച്ചു. ആസാമിൽ ബി ജെ പിയുടെ ഭരണം വീണ്ടും ഉറച്ചു. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് അവർ ജയിച്ചത്. 100-ലധികം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചു. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ 18 MLA ജയിച്ചതിൽ 17 പേര് മുസ്ലിങ്ങളാണ്, ഒരാളേ ഉള്ളൂ ഹിന്ദുവായിട്ട്. അപ്പോൾ അത് നൽകുന്നൊരു ചിത്രമുണ്ട്. അതിഭയാനകമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. ആസാമിലുണ്ടായി, ബംഗാളിലുണ്ടായി. ബംഗാളിൽ ഏതാണ്ട് 30% മുസ്ലിങ്ങളാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ തന്നെ 28-29% മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് പോലും അവിടെ ഹിന്ദുക്കളുടെ ഭയങ്കരമായ ഏകീകരണം ഉണ്ടായി. നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയില്ല. അതുപോലെ നമോ ശൂദ്രർ എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗക്കാർ മുതൽക്ക് സവർണരായിട്ടുള്ള കായസ്ഥരും ബ്രാഹ്മണരും വരെ ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി കൂട്ടി. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അട്ടിമറി അതിലും ഭയങ്കരമാണ്. ബംഗാളിലെ തൃണമൂലിൻ്റെ നിയമസഭാ കക്ഷി നെടുകെ പിളർന്നു. ബഹുഭൂരിപക്ഷം പേർ, 60ഓളം പേർ വിമതപക്ഷത്ത്, 20 പേർ മാത്രം മമതാ ബാനർജിയെ പിന്താക്കും. പാർലമെൻറ്റ് അംഗങ്ങളായിരുന്നു അതിനെ സംഭവിക്കുന്നു. രാജ്യസഭാ അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് രാജിവെക്കും. കാരണം രാജിവെച്ച് അവർക്ക് ധൈര്യമായിട്ട് വീണ്ടും ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതുകൊണ്ട്. അവർക്ക് മറ്റവരെ പോലെ ഇലക്ഷൻ കിട്ടില്ല. ലോക്സഭയിൽ അങ്ങനെയല്ല. അവർ ഭൂരിപക്ഷം മെമ്പർമാർ ചേർന്ന് കൂറുമാറ്റ നിരോധനത്തെ പോലും മറികടന്ന് അവർ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തീരുമാനിക്കും. അതും മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ, അവർ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ, യൂസഫ് പട്ടാനെ പോലെ, അല്ലെങ്കിൽ കാഗോളി ഘോഷിനെ പോലെ ഒരു യുവ താരമുണ്ട്. ഈ നമ്മുടെ മനോരമ പത്രക്കാർ ഇലക്ഷൻ സമയത്ത് എഴുതിയിരുന്നു, മമതാ ബാനർജിയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും കഴിഞ്ഞാൽ പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ താരം സായോനി ഘോഷ് എന്ന് പറഞ്ഞ ഒരു ധീരവനിത, 33 വയസ്സുള്ളവർ, പാട്ടുകാരിയുമാണ്, സിനിമാ താരവുമാണ്, രാഷ്ട്രീയത്തിലെ ഒരു വലിയ താരമാണ്, തീപ്പൊരി പ്രസംഗികയാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ബി ജെ പിക്കെതിരെ എത്ര വലിയ പ്രസംഗങ്ങൾ നടത്തിയെന്നറിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇവിടെ മമതാ ബാനർജി തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ഇത് വോട്ട് ചോരിയാണ്, സ്റ്റോളൻ വെർഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. വൺ ഫൈൻ മോർണിംഗിൽ അവർ മമതാ ബാനർജിയെ തള്ളിപ്പറഞ്ഞു, വിമത ഭാഗത്ത് നിൽക്കുക. അപ്പോൾ ഇത്ര വലിയ അട്ടിമറി നടക്കുകയാണ് പാർലമെൻറ്റിൽ. അപ്പോൾ പാർലമെൻറ്റിൽ ഏതാണ്ട് 20ഓളം മെമ്പർമാർ ബി ജെ പിയുടെ ഭാഗത്തേക്ക് വരികയാണ്. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചത്. അവിടെ രാജ്യസഭാംഗങ്ങളിൽ 7 പേർ കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടന്നുകൊണ്ട് കൂറുമാറി. ഇനി ഇത് തന്നെ ഉടനെ ഉദ്ധവ് താക്കറയുടെ ശിവസേനകൾ സംഭവിക്കുന്നു. ആ പാർട്ടിയിൽ ഭൂരിപക്ഷം എം പിമാർ ബി ജെ പിയുമായിട്ട് സഹകരിക്കുന്ന രീതിയിൽ പിളർപ്പുണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയും, ഈ പ്രതിപക്ഷ ഐക്യ മുന്നണിക്കകത്ത് സ്വന്തമായിട്ട് അവർ സൃഷ്ടിക്കുന്ന തലവേദനയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടി DMK-യുമായിട്ട് വഴിവരും. DMK-ക്ക് എത്ര എം പിമാരുണ്ട്? അവർ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുന്നണിക്ക് പ്രസക്തിയുണ്ട്. ഉദാഹരണത്തിന് 2 മുന്നണിയില്ലാത്ത നോൺ കമ്മിറ്റഡായിട്ടുള്ള എം പിമാരുണ്ട്. ഈ YSR കോൺഗ്രസ് പോലെ, അല്ലെങ്കിൽ ബിജു ജനതാദൾ പോലെ, ഈ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ DMK പോലെ, അവരെല്ലാം കൂടി ഒരു മുന്നണിയായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ തത്വാധിഷ്ഠിത പിന്തുണ കൊടുക്കാം. ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. തമിഴ്നാട്ടിൽ DMK
BJP പാളയത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നതാണ് കേൾക്കുന്നത് സാർ. അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനി BJP പാളയത്തിലേക്ക് പോയില്ല എന്ന് വിചാരിക്കും, കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പോകുന്നല്ലോ. കോൺഗ്രസിനെയും ഇതുവരെ സഖ്യകക്ഷികളായിരുന്ന തിരുമാളവൻ്റെ VCKയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും CPIയും CPMനെയും സ്റ്റാലിൻ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാലിനെ അവരും തള്ളിപ്പറഞ്ഞു. ഇനി അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള സമ്പർക്കവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ DMKക്ക് ഇനി വേണമെങ്കിൽ BJP പാളയത്തിലേക്ക് പോകാനും തടസ്സമൊന്നുമില്ല. നേരത്തെ പോയിട്ടുണ്ട്. അതെ, 1999 വാജ്പേയിയുടെ രണ്ടാമത്തെ മന്ത്രിസഭ വീണിട്ട് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇവർ അദ്ദേഹത്തിനൂടെ ചേർന്ന് മത്സരിച്ച് ജയിച്ചു. കേന്ദ്രത്തിൽ DMKക്കാർ മന്ത്രിമാരായി. ഇതൊക്കെ ഇനി സംഭവിക്കാവുന്നതേ ഉള്ളൂ. മുത്തുവേൽ കരുണാനിധിക്ക് ഇല്ലാത്ത ആയി തോന്നും മകൻ സ്റ്റാലിന് BJPയോട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ സംഗതി രാഷ്ട്രീയ വിശകലനം നടത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് BJP പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കും. മോഡിയുടെ പ്രതിച്ഛായ ഉത്തരോത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണേറ്റായിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തകർന്നു. പ്രതിപക്ഷ പാർട്ടികൾ പൊതുവേ തന്നെ ദുർബലമാകും. സ്റ്റാലിനെ പോലെ DMK പോലെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ അവരുടെ പ്രസക്തി തന്നെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു.